ഇറാന്റെ തന്ത്രപ്രധാനമായ ഗാർഗ് ദ്വീപിന് നേരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണം കടുപ്പിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ കപ്പൽ പാതയായ ബാബൽ മന്ദബ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ മുനമ്പിലാക്കിയിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫിലെ ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ ചെങ്കടലിന്റെ കവാടം കൂടി ഇറാന്റെയും സഖ്യകക്ഷിയായ ഹൂതികളുടെയും നിയന്ത്രണത്തിലാകുന്നത് വൻ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ഭയപ്പെടുന്നുണ്ട്. അമേരിക്കൻ സൈന്യം ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ നട്ടെല്ലായ ഗാർഗ് ദ്വീപിനെ ലക്ഷ്യം വെച്ചതാണ് നിലവിലെ പ്രകോപനത്തിന് ആധാരമായത്. ഇറാന്റെ 90% എണ്ണയും വിദേശത്തേക്ക് പോകുന്നത് ഈ പവിഴ ദ്വീപിലെ ടെർമിനലുകൾ വഴിയാണ്. തങ്ങളുടെ മണ്ണിൽ തൊട്ടാൽ ലോകത്തിന്റെ ഇന്ധന വിതരണ ശൃംഖല അറുത്തുമാറ്റുമെന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്ക കരയുദ്ധത്തിന് മുതിരുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ബാബൽ മന്ദബ് മേഖലയിൽ ഉണ്ടാകുമെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യമനിലെ ഹൂതി വിമതരുടെ സഹായത്തോടെ ഈ പ്രദേശം പൂർണ്ണമായി നിശ്ചലമാക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ബാബൽ മന്ദബ് എന്ന പേരിന് അറബിയിൽ കണ്ണീരിന്റെ കവാടം എന്നാണ് അർത്ഥം. ഏഷ്യയും ആഫ്രിക്കയും വേർതിരിക്കുന്ന ഈ ഇടുങ്ങിയ പാതയ്ക്ക് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുണ്ട്. പുരാതന കാലം മുതൽക്കേ സുഗന്ധവ്യഞ്ജനങ്ങളും പട്ടുനൂലുകളും കൈമാറിയിരുന്ന ഈ വഴി 1869 സൂയസ് കനാൽ തുറന്നതോടെ ആധുനിക ലോകത്തിന്റെ ജീവനാഡിയായി മാറി. ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കപ്പൽ പാതയാണിത്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ജിബൂട്ടി, എറിത്രിയ എന്നിവയ്ക്കും അറേബ്യൻ ഉപദ്വീപിലെ യമനും ഇടയിലായി വെറും 26 മുതൽ 30 കിലോമീറ്റർ വരെ മാത്രം വീതിയുള്ള ഈ പ്രദേശം എന്നും സാമ്രാജ്യത്വ ശക്തികളുടെ കണ്ണിലെ കരടായിരുന്നു. ഈ കടലിടുക്കിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവർക്ക് ലോക വ്യാപാരത്തെ നിയന്ത്രിക്കാൻ പറ്റും. പ്രതിവർഷം ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ 12%, ഏകദേശം 8% LNG വാതകവും ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാൻ ഈ പ്രദേശം ഉപരോധിച്ചാൽ കപ്പലുകൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി സഞ്ചരിക്കേണ്ടി വരും. ഇത് യാത്രാ സമയത്തിൽ 2 ആഴ്ചത്തെ വർധനവും ഇന്ധന ചെലവിൽ കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയും വരുത്തിവെക്കും. ഇത് ആഗോളതലത്തിൽ എണ്ണവില ബാരലിന് $150 മുകളിൽ എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ബാബൽ മന്ദബ് മേഖലയിൽ നിലവിൽ ഇറാൻ അനുകൂലികളായ ഹൂതി വിമതർക്ക് വലിയ സ്വാധീനമുണ്ട്. അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് കപ്പലുകളെ ആക്രമിക്കാനുള്ള ഹൂതികളുടെ ശേഷി കഴിഞ്ഞ വർഷങ്ങളിൽ ലോകം കണ്ടതാണ്. ഇതിനു പുറമെ കടലിനടിയിലും മൈനുകൾ വിതറാനും കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്താനും ഇറാൻ നേരിട്ട് രംഗത്തിറങ്ങിയാൽ അമേരിക്കൻ നാവികസേനയ്ക്ക് പോലും അത് വലിയ വെല്ലുവിളിയാകും. സമുദ്രത്തിനടിയിലൂടെയുള്ള ആശയവിനിമയ കേബിളുകളെയും ഈ സംഘർഷം ബാധിച്ചേക്കാമെന്നത് ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾക്ക് ഈ കടലിടുക്ക് കടന്നേ മതിയാകും. ഉപരോധം യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയെ അത് ഗുരുതരമായി ബാധിക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരാനും ആഗോള വിതരണ ശൃംഖലയിൽ വൻ തടസ്സങ്ങൾ ഉണ്ടാകാനും ഇത് കാരണമാകും. ലോകം മറ്റൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് വിപണികൾ. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സെക്കൻഡുകൾ മതിയാകും.